പാഠം 815. വേലിയിലിരുന്ന പാമ്പ്. മണി 9 കഴിഞ്ഞു. എനിക്ക് ആഫീസിൽ പോകണം. നീ എന്താ കഴിക്കാൻ എടുക്കാത്തത്? ഒരു 10 മിനിറ്റ് കൂടി മോനട്ടാ, ബാക്കിയെല്ലാം ആയി. ഈ സാമ്പാർ കൂടി നായിക്കോട്ടെ. ഇപ്പോഴാണോ സാമ്പാർ ഉണ്ടാക്കുന്നത്? ഇത്രയും സമയം നീ എന്ത് ചെയ്യായിരുന്നു? സാമ്പാർ മാത്രം ഉണ്ടാക്കിയാൽ മതിയോ മോനട്ടാ? ഇഡ്ഡലി ഉണ്ടാക്കി, ചോറുണ്ടാക്കി, ഉച്ചക്കത്തേക്കുള്ള കറിയെല്ലാം ഞാൻ വെച്ചു. ഇതെല്ലാം കൂടി ചെയ്യാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ എല്ലാ വീട്ടിലും ഒരാൾ തന്നെയാണല്ലോ അടുക്കള ജോലികളൊക്കെ ചെയ്യാറുള്ളത്. അവിടെയൊക്കെ കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങളും നടക്കാറുമുണ്ട്. എനിക്ക് അടുക്കള ജോലി മാത്രം ചെയ്താൽ മതിയോ മോഹനട്ടാ? മോഹനട്ടൻ ഇട്ടിരിക്കുന്ന ഈ ഷർട്ടും ഉടുത്തിരിക്കുന്ന ഈ മുണ്ടും ഞാൻ തയ്ച്ചെന്നല്ലേ? അത് പോരാഞ്ഞ് രാവിലെ മുറ്റം മുഴുവനും ഞാൻ തൂത്തുവാരി. അതൊന്നും എന്താ ഒരു ജോലിയല്ലേ? ഇത്തരം ജോലികളൊക്കെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ തന്നെയാണ് ചെയ്യുന്നത്. താലൂക്ക് ഓഫീസിലെ സഹദേവന്റെ ഭാര്യ ലക്ഷ്മി കൃത്യം 8:30 ആകുമ്പോ സകല ജോലി ചെയ്തു തീർക്കുമെന്ന് സഹദേവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? സഹദേവന്റെ ഭാര്യ കൃത്യം 4 മണിയാകുമ്പോൾ ഉണരും. നീ എഴുന്നേൽക്കുന്നതോ 6 മണിക്ക്. സഹദേവൻ സാറിന്റെ ഭാര്യ 8:30 ജോലിയെല്ലാം തീർത്ത് സാറിനെ ആഫീസിലും പറഞ്ഞു വിട്ടിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങും. പിന്നെ അവർ കൊച്ചുകൊണ്ട് കഴിക്കണ നേരത്തെ എഴുന്നേറ്റാ മതിയല്ലോ. ഉറങ്ങാൻ അത്രയും സമയം കിട്ടുമെങ്കിലേ ഞാനേ 4 മണിക്കല്ല 3 മണിക്ക് എഴുന്നേറ്റേനെ. പക്ഷെ എന്റെ കാര്യം അങ്ങനെ അല്ലല്ലോ. മോഹനയുടെ ആഫീസിൽ വിട്ടിട്ട് എനിക്ക് ഓഫീസിൽ പോണ്ടേ? നീ പറയുന്നത് കേട്ടാൽ ഈ ലോകത്ത് ജോലിയുള്ള ഒരേ ഒരു സ്ത്രീ നീ ആണെന്ന് തോന്നുമല്ലോ. എന്റെ ഓഫീസിലെ കാഞ്ചനയുടെ കാര്യം ഓർത്തു നോക്ക്. കാഞ്ചനയ്ക്കും കാഞ്ചനയുടെ ഭർത്താവ് പ്രഹ്ലാദനും ജോലിയുണ്ടല്ലോ. പക്ഷേ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ കൃത്യം നടക്കുന്നുണ്ടല്ലോ. മോഹനേട്ടാ, അത് എന്തുകൊണ്ടാ? കാഞ്ചനയുടെ വീട്ടില് ജോലിക്കാരി ഉള്ളതുകൊണ്ട്. സുശീല അടുക്കളയിലെ ജോലിയും മുറ്റമടിക്കലും തുണിയലക്കലും എല്ലാം സുശീല അങ്ങ് ചെയ്തോളും. അപ്പൊ പിന്നെ കാഞ്ചനയ്ക്ക് എന്താ മോഹനേട്ടാ പ്രയാസം? ഇതുകൊണ്ടാ ഞാൻ മോഹനേട്ടോട് പറയുന്നത് നമുക്കൊരു ജോലിക്കാരിയെ വെക്കാം. പക്ഷെ മോഹനേട്ടോടെ കേൾക്കാൻ, ജോലിക്കാരിയെ വെച്ച് ചെലവാകുന്ന കാശിനെ കുറിച്ച് ഓർക്കുമ്പോ മോഹനേട്ടനെ ചങ്കിടിക്കൂലോ. എന്തായാലും ഇനി ഇങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഒരു ജോലിക്കാരെ ഞാനും എന്തായാലും കണ്ടുപിടിക്കാൻ പോകും. നമ്മളെ ഞാൻ കൊടുത്തോളാം. നടക്കോ ഇല്ലയോ എന്ന് ഞാൻ കാണിച്ചുതരാം മോഹനേട്ടാ. മോഹനേട്ടൻ നോക്കിക്കോ, ഒരാഴ്ചക്കുള്ള ഒരാളെ ഞാൻ കൊണ്ടുവന്നു. ഈ വീട്ടിൽ ജോലിക്കാര് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കെ മോഹനകൃഷ്ണൻ തന്നെയാണ്. ചുമ്മാ തർക്കിക്കാൻ നിൽക്കാതെ ഉത്തമ വന്ന് എന്താന്ന് ചോദിച്ചു നോക്ക്. ചെല്ലു പ്ലീസ്. നമസ്കാരമുണ്ട് സാറേ. സാറേ, പ്രഭാര സാറിന്റെ ആ 15 സെന്റ് ഭൂമിയുടെ കച്ചവടം നടന്നു. ടൗണില് ബിസിനസ് ഒക്കെ നടത്തുന്ന സെയ്താലിയാണ് അത് വാങ്ങിച്ചത്. ഇന്നലെ പ്രഭാര സാറ് അഡ്വാൻസ് വാങ്ങി. ഇത് പറയാനാണോ ഉത്തമനെ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഒരാൾ അയാളുടെ ഭൂമി വിൽക്കുന്നതിനും അഡ്വാൻസ് വാങ്ങുന്നതിനും വില്ലേജ് ഓഫീസുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഭൂമിയുടെ ആധാരം എഴുതുന്നത് സബ് രജിസ്ട്രാർ ഓഫീസിലാണ്. അങ്ങനെയല്ല സാറേ, ആ സ്ഥലം ഒന്ന് അളക്കണമെന്ന് സെയ്താലി പറഞ്ഞു. അയാൾക്ക് പരിചയമുള്ള ആരെയോ കൊണ്ടുവരാന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ പ്രഭാര സാറിന് അയാൾ അത്ര വിശ്വാസമില്ല. കെ മോഹനൻ സാർ അളന്നാലേ ശരിയാവുള്ളൂ എന്നാണ് പ്രഭാര സാർ പറയുന്നത്. സാറിന് എപ്പോഴാണ് സമയം കിട്ടുന്നത് എന്ന് എന്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, മറ്റന്നാൾ രാവിലെ ഒരു 8:30 ആകുമ്പോൾ ഞാൻ വരാം. ഞാൻ വരുമ്പോൾ ബാക്കിയെല്ലാം തയ്യാറായിരിക്കണം എന്ന് പറയണം. വെറുതെ എന്നെ താമസിപ്പിക്കരുത്. എനിക്ക് കൃത്യം 9:58 വില്ലേജ് ഓഫീസിൽ എത്താനുള്ളതാണ്. ഇല്ലല്ലേ സാർ, ഒരു താമസം ഉണ്ടാവൂല. കൃത്യം 8:30 തന്നെ നമുക്ക് അളവ് തുടങ്ങാം. ഉത്തമ, വീട്ടിലൊരു ജോലിക്കാരെ നിർത്തുന്ന കാര്യം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാൻ ഉത്തമനോട് പറയാ. ഉത്തമൻ ആരെയും എന്നിട്ട് അന്വേഷിച്ചോ? അല്ല വക്കീലേ, അത് ഈ പിന്നെ വേലക്കാരി അന്വേഷിക്കരുത് എന്ന് മോഹനേട്ട പറഞ്ഞിട്ടുണ്ടാവുന്നുള്ള കാര്യം എനിക്കറിയാം. ഉത്തമനെ നല്ല മനസ്സോടെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ മതി. ഉത്തമൻ സഹായിച്ചില്ല എന്ന് ഓർത്ത് ഇവിടെ ജോലിക്കാരി കിട്ടാതെ ഒന്നും ആവാൻ പോകുന്നില്ല. ഈ നാട്ടിൽ എനിക്കുള്ള പരിചയം ഉത്തമൻ അറിയാലോ. എന്തായാലും ജോലിക്കാരി വെക്കാൻ ഞാൻ തീരുമാനിച്ചു. ഒറ്റയ്ക്കിടന്ന് കഷ്ടപ്പെടലും പിന്നെ ഈ വിലയാഭ്യാസം ചീത്തവിളി കേൾക്കേണ്ട കാര്യം കൂടെ എനിക്കില്ലല്ലോ. കമ്മീഷൻ വേണമെന്നുണ്ടെങ്കിൽ ഉത്തമൻ ആളെ കൊണ്ടുവന്നു, ഇല്ലെങ്കിൽ ഞാനായിട്ട് ആളെ കണ്ടുപിടിക്കും. അത് ഓർത്തോ. സാറേ, ഈ
വക്കീൽ രണ്ടും കൽപ്പിച്ചാണല്ലോ. ഇപ്പൊ ഞാൻ ജോലിക്കാരിയെ കൊണ്ടുവന്നില്ലെങ്കിലും വക്കീൽ വേറെ ആളെ കണ്ടുപിടിക്കും. അപ്പൊ പിന്നെ ഞാൻ തന്നെ ഒരു ജോലിക്കാരിയെ കൊണ്ടുവന്നാലോ? ഈ പ്രഭാകരൻ സാറിന്റെ ഭൂമി അളക്കാനുള്ളത് മറ്റന്നാളെന്നല്ലേ പറഞ്ഞു? അല്ല സാറേ, മറ്റന്നാൾ. അല്ല അത് തമ്മിൽ കൂട്ടിക്കിടക്കേണ്ട തീർച്ചയായുമുണ്ട്. ഇവിടെ മേലക്കാരി വേണമെന്നുള്ളത് കെ മോഹനകൃഷ്ണന്റെ തീരുമാനമാണ്. എന്തുപറ്റി? വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെ ആയി പ്രഭേന്റെ അവസ്ഥ. ഇപ്പൊ തോന്നുന്നു വേലക്കാരിയൊന്നും വേണ്ടായിരുന്നു എന്ന്. ഒരക്ഷരം ആ പെണ്ണ് അനുസരിക്കുന്നില്ലെന്നേ. ഞാൻ എന്ത് ചെയ്യും? അതൊക്കെ കാഞ്ഞിന സാറിന് ചുണയില്ലാത്തോണ്ട. ശമ്പളം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. പറഞ്ഞാൽ പറയുന്നത് പോലെ അനുസരിപ്പിക്കണം. ഇതൊക്കെ പറയാൻ എളുപ്പാ പ്രഭേ, പക്ഷെ നടക്കില്ല. ജോലിക്ക് വന്ന സമയത്ത് കൃത്യം 5 മണിക്ക് എഴുന്നേറ്റ് അടുക്കളയിൽ കയറുമായിരുന്നു. കുറെ നാൾ കഴിഞ്ഞപ്പോ അത് 5:30 പിന്നെ 6. ഇപ്പൊ ഞാനും പ്രഹ്ലാദൻ ചേട്ടനും ഉറക്കം എണീച്ചു കഴിഞ്ഞാൽ അവൾ എഴുന്നേൽക്കുള്ളൂ. പ്രഹ്ലാദൻ ചേട്ടനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റോടെ ഒരു ചായ വേണം. വേലക്കാരി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ ഞാനാ ചായ ഉണ്ടാക്കി കൊടുക്കുന്നത്. കാലം മാറിപ്പോയി കാഞ്ചന സാറേ. ഇപ്പോഴത്തെ കാലത്ത് വേലക്കാരികളൊന്നും നമ്മൾ പറയും പോലെ കേൾക്കില്ല. സത്യം പറഞ്ഞ വേലക്കാരി ഇല്ലായിരിക്കുന്നതാ നല്ലത്. ഇപ്പൊ എനിക്കും അത് തന്നെയാ ശിശുപാലൻ ചേട്ടാ തോന്നുന്നത്. എന്നാൽ ആ സുശീലയുടെ ഒരു അഹങ്കാരോ കാണേണ്ടത്. മിനിഞ്ഞാന്ന് വൈകുന്നേരം ഞാൻ പിൻവശത്തെ മുറ്റം ഒന്ന് അടിച്ചു വാരിയിടാൻ പറഞ്ഞു. അപ്പൊ അവള് പറയാ, ഈ സന്ധ്യാസമയത്ത് മുറ്റം അടിക്കാനൊന്നും പറ്റില്ല, വല്ല പാമ്പോ പഴുതാരയോ ഒക്കെ കാണുമെന്ന്. ഇന്നലെ രാവിലെ ആഫീസിലേക്ക് ഇറങ്ങാൻ നേരം ഞാൻ അവളോട് പറഞ്ഞു, വൈകുന്നേരം ഞാൻ വരുമ്പോഴേക്ക് ആ മുറ്റം അടിച്ചൊന്ന് വൃത്തിയാക്കിയിടണമെന്ന്. അപ്പൊ അവള് പറയാ, ഇമാതിരി വെയിലത്ത് എങ്ങനെയാ മുറ്റം അടിക്കുന്നതെന്ന്. ഇപ്പോഴത്തെ സൂര്യതാപം വല്ല ഏറ്റാലേ അവളുടെ ഗ്ലാമർ പോവില്ലേ? എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞ അവളുടെ കരണക്കുറ്റി നോക്കി കൊടുക്കാനേ തോന്നിയത് പ്രഭേ. പക്ഷേ അത് പറ്റില്ലല്ലോ. ഇന്ന് രാവിലെ ഞാൻ അവളോട് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന്. ഉടനെ അവള് പറയാ, പെട്ടെന്ന് ജോലിന്ന് പിരിച്ചുവിടാനുള്ള നിയമമില്ല, 3 മാസത്തെ നോട്ടീസ് വേണം. നോട്ടീസ് ഇല്ലാതെ പറഞ്ഞു വിടുകയാണെങ്കിൽ 3 മാസത്തെ ശമ്പളം നഷ്ടപരിഹാരമായി കൊടുക്കണമെന്ന്. കൊടുക്കാൻ സൗകര്യമില്ല എന്ന് പറയണമായിരുന്നു. അയ്യോ, ഞാൻ പറഞ്ഞു. അപ്പൊ അവള് പറയാ, അങ്ങനെയാണെങ്കിൽ ഗേറ്റിന് മുന്നിൽ നിരാഹാരം കിടക്കും, നാട്ടുകാരുടെ മുന്നിൽ നിങ്ങൾ നാണം കെടും, പോലീസ് കേസാവും. ഇതൊക്കെ സമ്മതാണെങ്കിലേ പിരിച്ചുവിടാൻ. സത്യം പറയല്ല ശിശുപാലൻ ചേട്ടാ, കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ദേ ഇതിപ്പോ കണ്ടു. ഞാൻ പറഞ്ഞില്ലേ കാഞ്ചന സാറേ, ഇക്കാലത്ത് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാ. പറ്റുന്നിടത്തോളം നമ്മളെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക, കാര്യങ്ങൾ നടക്കുകയും ചെയ്യും, ഉള്ള കാശ് കയ്യിലിരിക്കുകയും ചെയ്യും. പറ്റിപ്പോയില്ലേ ശിശുപാലൻ ചേട്ടാ, ഇനി ഈ കുരിശ് എങ്ങനെ ഒഴിവാക്കും? 3 മാസത്തെ ശമ്പളം പോണെങ്കി പോട്ടേന്ന് വിചാരിക്കും കാഞ്ചന സാറേ. എങ്ങനെയെങ്കിലും ആളെ ഒഴിവാക്കാൻ നോക്ക്. കാഞ്ചന സാറ് പറഞ്ഞിടത്തോളം ഈ സുശീല ആള് കുഴപ്പക്കാരിയാ. കുറച്ചുകൂടി കഴിയുമ്പോ ആള് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ട് വരും. ഇപ്പോഴേ പറഞ്ഞു വിടാൻ നോക്ക്. എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണം. വേലക്കാരിയെ വേണ്ട, വേലക്കാരിയെ വേണ്ടെന്ന് എത്ര തവണ പ്രഹ്ലാദൻ ചേട്ടൻ എന്നോട് പറഞ്ഞെന്ന് അറിയോ? ഞാൻ കേട്ടില്ല. വേലക്കാരി ഇല്ലെങ്കിൽ വീട്ടിലെ ജോലിയൊന്നും ചെയ്യില്ലെന്നും പറഞ്ഞ് പ്രഹ്ലാദൻ ചേട്ടനെ പേടിപ്പിച്ച് കൊണ്ടുവന്ന വേലക്കാരിയാ. അവളെ പറഞ്ഞു വിടാൻ ഒരു വഴിയില്ലാതെ ഞാൻ തന്നെ ഇവിടെ കിടന്ന് നക്ഷത്രക്കാലം എണ്ണുക. അന്ന് പ്രഹ്ലാദൻ ചേട്ടൻ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു. ഇപ്പൊ അതെനിക്ക് മനസ്സിലായി. ഇനി മേലിൽ പ്രഹ്ലാദൻ ചേട്ടന് ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ അതിനെ എതിര് പറയില്ല. അതൊരു ബുദ്ധിയാണല്ലോ. ഓ
ഉത്തമ ഞാനാണ്. എന്ത് സാറേ? വേലക്കാരി പ്രശ്നം പരിഹരിക്കാൻ ഒരു ഉഗ്രൻ വഴി കെ മോഹനേഷ് സാർ കണ്ടുപിടിച്ചു. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ ഭാമ തന്നെ വേലക്കാരി വേണ്ടേ എന്ന് പറയും. അതെങ്ങനെ? ഉത്തമ, ചെറുതായി നാടകമൊക്കെ അഭിനയിക്കാൻ അറിയാവുന്ന ഒരു സ്ത്രീയെ കണ്ടുപിടിക്കാൻ ഉത്തമന് കഴിയുമോ? എന്തിനാണ് സാറേ? അതുകൊണ്ട് അങ്ങനെ ഒരാളെ ഉത്തമൻ കണ്ടുപിടിക്കണം. പൈസയൊക്കെ കൊടുക്കാം. ഞാൻ വൈകിട്ട് ഓഫീസിൽ വരുമ്പോ ഒരാളെ കണ്ടുപിടിച്ച് വഴിയിൽ നിർത്തണം. ബാക്കിയൊക്കെ ഞാൻ അന്നേരം പറഞ്ഞുതരാം. സാറേ അതിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞാലേ പറയുന്നത് അനുസരിക്കാൻ പഠിക്കും ഉത്തമ. പിന്നെ ചെറുപ്പക്കാരിയായ ഒരു നാടക നടി. ആ ഭാമയ്ക്ക് മുൻപരിചയമുള്ള ആളാകരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 500 രൂപയിൽ കൂടുതൽ കൊടുക്കാനും കഴിയില്ല. പൊതുവായി അന്വേഷിക്കും. അല്ല സാർ, പിന്നെ കട്ട് ചെയ്ത് നാടക നടിയാ? എന്താണ് മോഹനേഷ് സാറിന്റെ ഉദ്ദേശം? ഈശ്വര, പുലുവാലാവോ? ആ വരുന്നിടത്ത് വെച്ച് കാണാം. ആ ഹലോ, സുലോചനയല്ലേ? ആ സുലോചന, ഞാൻ ഇത് ഉത്തമനാണേ. നീ ഇപ്പൊ എവിടെ ഉണ്ട്? ആ അല്ല, നിന്നെ ഒന്ന് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു. വൈകിട്ട് 5 മണി കഴിയുമ്പോ നീ ഇവിടെ ഉണ്ടാവും. ഓ ശരി 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 ശരി, ഞാൻ വിളിക്കാമേ. എന്താണ്? അല്ല, ഗുണമുള്ള കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് ഇപ്പൊ പറയാൻ പറ്റൂല. ഞാൻ പറയുന്ന ബുദ്ധി പ്രയോഗിച്ചാൽ പിന്നെ ഒന്നും നോക്കാനില്ല. ഇനി ഈ ജന്മത്ത് ഭാമ വേലക്കാരി എന്നൊരു വാക്ക് പറയില്ല. സാറേ, ഇത് കേട്ടിട്ടൊക്കെ ഒരു രസം ഉണ്ട്. പക്ഷെ നമ്മുടെ ബുദ്ധിയാണിതെന്ന് വക്കീൽ അറിഞ്ഞാലാണ് പ്രശ്നം. നമ്മുടെ ബുദ്ധിയല്ല, കെ മോഹനേഷ് സാറിന്റെ ബുദ്ധി. ഓ, ഞാൻ ഇത്രയധികം ആലോചിച്ചെടുത്തൊരു തീരുമാനം ഒരിക്കലും തെറ്റാൻ സാധ്യതയില്ല. ഉത്തമ, വീട്ടിലെ വേലക്കാരിയുടെ അനുസരണക്കേടിനെ പറ്റി കാഞ്ചന പറയുന്നൊന്ന് കേൾക്കണമായിരുന്നു. കാഞ്ചനയുടെ വീട്ടിൽ വേലക്കാരി ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് രാവിലെ ഭാമ എന്റെ മെക്കിട്ട് കയറാൻ വന്നത്. ആ വേലക്കാരുടെ സ്വഭാവം ഭാമയ്ക്കറിയില്ലല്ലോ. എങ്കിൽ പിന്നെ സാറേ ആ കാര്യം വക്കീലിന്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുന്നതല്ലേ നല്ലത്. കാഞ്ചന സാറിന്റെ വീട്ടിലെ വേലക്കാരി ഒരു ഭയങ്കര പ്രശ്നക്കാരി എന്ന് പറയുമ്പോ വക്കീലിന്റെ മനസ്സങ്ങ് മാറൂലേ? അത് ശരിയാവില്ല ഉത്തമ. എന്ത്? കാഞ്ചനയുടെ വേലക്കാരി മോശമാണെന്ന് ഞാൻ പറഞ്ഞാൽ അടക്കവും ഒതുക്കവുമുള്ള വേറെ ഏതെങ്കിലും വേലക്കാരുടെ കഥ ഭാമ എടുത്ത ഉടനെ അങ്ങിടും. അതുകൊണ്ട് സ്വന്തം അനുഭവത്തിൽ നിന്ന് ഭാമ പഠിച്ചാലേ ഞാൻ വിചാരിച്ച കാര്യം നടക്കും. ആ അത് ശരിയാണ്. അതുകൊണ്ട് സാറേ, ദാ വരുന്നു സുലോചന. അഭിനയിക്കാനൊക്കെ അറിയാമോ? എന്താ സാറേ? അഭിനയിക്കാനൊക്കെ അറിയാമോ? ഭാമയുടെ മുമ്പ് അഭിനയം പാളെ സംഗതി കൊളാവും. അതോർത്ത് സാറ് പേടിക്കണ്ട. അഭിനയത്തിന്റെ കാര്യത്തിൽ സുലോചന വെല്ലാൻ ഈ നാട്ടില് വേറെ ആളില്ല. നമസ്കാരം ചേട്ടാ, ഞാൻ താമസിച്ചോ? തീർച്ചയായും സുലോചന പറഞ്ഞതിനേക്കാൾ 2 മിനിറ്റ് വൈകിയാണ് എത്തിയത്. പിന്നെ സുലോചനെ, ഇതാണ് കെ മോഹനേഷ് സാർ, വില്ലേജ് ഓഫീസർ. നമസ്കാരം സാർ. നമസ്കാരം. പിന്നെ സാറിന്റെ വീട്ടിലെ വേലക്കാരിയായിട്ട് വേണം നീ അഭിനയിക്കാൻ. നാളെ ഒരൊറ്റ ദിവസത്തെ കാര്യമേ ഉള്ളൂ. വേലക്കാരിയായിട്ടാ? അയ്യേ, ഉത്തമൻ സുലോചനയുടെ കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നു. അല്ല, അത് പിന്നെ വിളിച്ചേ ഉള്ളൂ. വേലക്കാരിയല്ല, അവനെ കളക്ടറായിട്ട് അഭിനയിക്കാൻ പറ്റൂ. അല്ല, നിക്ക് സാർ, നിക്ക്, ഞാൻ പറയാം. സുലോചനെ, കാര്യം അങ്ങ് തെളിച്ച് പറയാം. ഈ നിൽക്കുന്ന കെ മോഹനേഷ് സാറിന്റെ ഭാര്യ സത്യഭാമ വക്കീലിന് ഒരു വേലക്കാരിയെ വേണമെന്ന് നിർബന്ധം. സാറിന് അതിൽ വലിയ താല്പര്യമില്ല. ഈ തർക്കം ഒഴിവാക്കാനുള്ള ഒരു നാടകമാണ് നമ്മളിപ്പോ പ്ലാൻ ചെയ്യുന്നത്. വക്കീല് പറഞ്ഞതനുസരിച്ച് ഒരു വേലക്കാരിയായ സുലോചനയും കൊണ്ട് നാളെ രാവിലെ ഞാൻ ഇവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. സുലോചനയുടെ മാന്യമായ പെരുമാറ്റവും അടക്കവും ഒതുക്കവും കണ്ട് കെ മോഹനേഷ് സാറ് സുലോചനയെ ജോലിക്ക് വയ്ക്കാൻ സമ്മതിക്കുന്നു. എന്നിട്ട് സാർ നേരെ ഓഫീസിലേക്ക് പോകുന്നു. സാറ് പോയി കഴിയുമ്പോ സുലോചനയുടെ സ്വഭാവം ആകപ്പാടെ മാറണം. ഒരൊറ്റ വക പറഞ്ഞാൽ അനുസരിക്കരുത്. 1-2 പ്രാവശ്യം വക്കീലിന്റെ മെക്കിട്ട് കയറുന്നു.
പുതിയ വേലക്കാരി ഒരു പ്രശ്നക്കാരിയാണ് എന്ന് വൈകുന്നേരത്തിന് മുമ്പ് വക്കീലിനെ ബോധ്യപ്പെടുത്തിയിരിക്കണം. വൈകിട്ട് മോഹനയുടെ സാറ് തിരിച്ചെത്തുന്ന നിമിഷം വക്കീല് സുലോചനയെ പിരിച്ചു വിട്ടിരിക്കണം. ഇതാണ് നമ്മുടെ നാടകത്തിന്റെ കഥ. ഇത്ര ഉള്ളെങ്കിൽ വലിയ കുഴപ്പമില്ല. എനിക്ക് എത്ര രൂപ കിട്ടും? പറയണേ സാറേ. എത്ര രൂപ വേണം? നാടകത്തിന് പോയാ ചെലവ് കഴിച്ചിട്ട് 1500 രൂപ കിട്ടും. പക്ഷെ ഇതെങ്ങനെയല്ല കേട്ടോ, ഇതൊരു ദിവസം മുഴുവൻ അഭിനയിക്കണ്ടേ. എനിക്കൊരു 5000 രൂപ വേണം. 5000 രൂപ ഉണ്ടെങ്കിൽ ശരിക്കുള്ള വില കരുച്ചൂടെ? ഒരു 500 രൂപ തരും. 500 ഉലുവ അതിന്റെ പട്ടിക്ക് വേണം. സാറേ വേറെ ഒന്നും പറയരുത്. ഇതിനകത്ത് ഒരു തർക്കത്തിന് നിൽക്കേണ്ട കാര്യം ഞാൻ സോൾവ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ 2 നേരത്തെ ഭക്ഷണം, പിന്നെ 2000 രൂപ തരും. അതെ തന്നെ 2000 രൂപ എന്താ അത്രയും വേണം. സാറേ കരം തീർത്ത് രസീത് കൊടുക്കുന്ന ഏർപ്പാടല്ല വീട്ടിൽ ജോലിക്കാരി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിന് 2000 രൂപ ഒട്ടും കൂടുതലൊന്നും അല്ല. 2000 രൂപ തരും കേട്ടോ. സാറേ പൈസ എടുത്ത് അല്ലാതെ നാളെ കൊടുത്താ പോരെ? ഓ സാറേ ഇത്തരം കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് പൈസ കൊടുത്താലേ അഭിനയത്തിന്റെ ഒരു ഗുമ്പ് വരും. ഇങ്ങോട്ട് ഇടം കേട്ടോ. 2 നേരത്തെ ഭക്ഷണമോ 2000 രൂപ തരും. അതുകൊണ്ട് കൊടുക്കാൻ പറ്റുന്ന പൈസ അതൊക്കെ നാളെ കൊടുക്കാം. ഇനി ഒരു ഡിമാൻഡ് നീ പറയല്ലേ. 1500 രൂപ. ഇത് പെണ്ണി നോക്കാനൊന്നും ഇല്ല. സന്തോഷമായില്ലേ? പിന്നെ. ഇനി സാറ് ധൈര്യമായിട്ട് വീട്ടിൽ വെക്കോ. നാളെ രാവിലെ ഞാൻ വക്കീലിനെ ഫോൺ ചെയ്യുന്നു, വേലക്കാരിയെ കൊണ്ടുവരുന്ന കാര്യം പറയുന്നു. ബാക്കിയെല്ലാം സാറ് പറഞ്ഞതുപോലെ. ഹലോ. വക്കീല് ഞാനാണേ. എന്താ ഉത്തമ? വക്കീലിന് ഭാഗ്യമുണ്ട്. ഇന്നലെ ഒരു വേലക്കാരിയുടെ കാര്യം പറഞ്ഞില്ലേ, പറ്റിയ ഒരു കക്ഷിയെ ഒത്തു കിട്ടിയിട്ടുണ്ട്. നല്ല മര്യാദക്കാരി, എല്ലാ ജോലിയും ചെയ്തോളും. ശമ്പളത്തിന്റെ കാര്യത്തിലൊന്നും വലിയ വാശിയൊന്നും ഇല്ല. വക്കീല് പറ്റിയ ആളാ. അതൊക്കെ ശരിയാ. പക്ഷേ മോഹനേട്ടൻ ഇന്നലെ പറഞ്ഞ ഉത്തമൻ തന്നെ കേട്ടില്ലേ? മോഹനേട്ടൻ എങ്ങനെ സമ്മതിപ്പിക്കും ഉത്തമ? മോഹനേട്ടൻ സാറൊക്കെ സമ്മതിക്കൂലേ? വക്കീല് ധൈര്യണ്ടേ. മോഹനേട്ടൻ സമ്മതിക്കുന്ന ആര് പറഞ്ഞു? അല്ല അങ്ങനെയല്ല. ഞാൻ ഈ പറയുന്ന സുലോചനെ നല്ല അടക്കവും ഒതുക്കവും മര്യാദയുമുള്ള പെണ്ണാണ്. അങ്ങനെയുള്ളൊരു വേലക്കാരിയെ കിട്ടിക്കഴിഞ്ഞാ മോഹനേട്ടൻ സാറ് എതിര് പറയൂല വക്കീലേ. പിന്നെ ഞാൻ എന്തായാലും സുലോചന കൊണ്ട് അങ്ങോട്ട് വരാം. ബാക്കി നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. അല്ല അത് ശരിയാവില്ല ഉത്തമ. ആളെ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ മോഹനയുടെ യുദ്ധം നടത്തിക്കളയും. ഞാൻ സാവധാനത്തിൽ ഒന്ന് സോപ്പിട്ട് നോക്കട്ടെ, ബാക്കി കാര്യമെല്ലാം പിന്നെ. അയ്യോ അതൊന്നും പറ്റൂല വക്കീലേ. ഇക്കാലത്ത് ജോലിക്കാരിയെ കിട്ടാനുള്ള പ്രയാസം വക്കീലിനറിയാലോ. ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ അവള് വേറെ വീട്ടിൽ ജോലിക്ക് പോകും. എന്തായാലും ഒരു 15 മിനിറ്റിനുള്ളിൽ ഞാൻ അങ്ങോട്ട് വരും. അല്ല അതെ ഉത്തമ. ഉത്തമ ഹലോ ഉത്തമ. ആരായിരുന്നു? അല്ല ഉത്തമനായിരുന്നു വിളിച്ചത്. ഞാന് ഇന്നലെ ഒരു വേലക്കാരിയുടെ കാര്യം പറഞ്ഞില്ലേ, ഉത്തമന് പരിചയമുള്ള ഏതൊരു വേലക്കാരി കിട്ടിയിട്ടുണ്ടെന്ന്. ആണോ? നല്ല സ്വഭാവമാണ്, അടക്കോ ഒതുക്കോ ഒക്കെ ഉണ്ട്. പിന്നെ ശമ്പളം തീരെ കുറച്ചു കൊടുത്താൽ മതി എന്നാണ് ഉത്തമൻ പറഞ്ഞത്. ഉത്തമൻ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല ഞാൻ സമ്മതിച്ചിട്ടൊന്നുമില്ല. എന്തായാലും അവളൊന്ന് വരട്ടെ. മര്യാദക്കാരിയാണെങ്കിൽ നമുക്കിവിടെ നിർത്താമല്ലോ. ഭാമേ, നിന്നെ പോലെ പെണ്ണുങ്ങൾക്ക് ചില കുഴപ്പങ്ങളുണ്ട്. ഒരു കാര്യം പറഞ്ഞാ മനസ്സിലാവില്ല, അനുഭവത്തിൽ വന്നാലേ നിങ്ങൾ പഠിക്കൂ. ഉത്തമൻ പറയുന്ന ആ വേലക്കാരിയെ ഇവിടെ ജോലിക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം അവളുടെ സ്വഭാവം മാറിപ്പോയാലോ? അങ്ങനെ എത്രയോ പേരുണ്ട്. ജോലി കിട്ടാൻ വേണ്ടി മര്യാദക്കാരിയായിട്ട് അഭിനയിക്കും. ജോലി കിട്ടിക്കഴിയുമ്പോ അവളുടെ സ്വഭാവം മാറും. പിന്നെ പറഞ്ഞാൽ അനുസരിക്കേയില്ല, തോന്നും പോലെ ഒക്കെ അങ്ങ് പെരുമാറും. അങ്ങനെ എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം അവളെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു. എന്താ? അല്ല ഇവിടെ ജോലിക്ക് വെച്ചിട്ട് പിന്നെ അവളെ അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ ഞാൻ അവളെ പറഞ്ഞു വിടുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ല അത്രയും ഉറപ്പുണ്ടെങ്കിൽ നീ അവരെ ജോലിക്ക് വെച്ചു. മോനോട് സമ്മതിച്ചു? നിന്റെ ഉത്തരവാദിത്തത്തിലാണല്ല. അവിടെ എന്തെങ്കിലും അനുസരണക്കേട് കാണിച്ചാ നീ തന്നെ പിടിച്ച് പുറത്താക്കിക്കൊള്ളണം. അന്നേരം പിന്നെ മോനടാന്ന് പറഞ്ഞ എന്റെ സഹായം ചോദിച്ചു വരരുത്. അത് ഞാൻ ഏറ്റു. എന്നോട് ധിക്കാരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവള് വിവരം അറിയും. ഒന്നുമല്ലല്ലോ, ഞാനൊരു വക്കീലല്ലേ.
എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഞാൻ ഇപ്പൊ എന്ത് പറയാനാ? ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. ഓ ഇത് വലിയ വീടാണല്ലോ ഉത്തമൻ ചേട്ടാ. ഇത് സാറിന്റെ സ്വന്തം വീടാണോ അതോ വാടക വീടോ? സുലൈല, നീ ഇവിടെ മോഹനേട് സാറിന്റെ കല്യാണം ആലോചിക്കാൻ വന്നതൊന്നും അല്ലല്ലോ. ഓ ഒരു ഒറ്റ ദിവസത്തേക്കുള്ള അഭിനയം. അതിനിടയിൽ ഭാരപ്പെട്ട കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കണ്ട. ഓ ഞാൻ വെറുതെ ചോദിച്ചേ ഉള്ളൂ. അങ്ങനെ ഒരാവശ്യമില്ലാതെ ഒരുപാട് കാര്യങ്ങൾ ചോണിക്കണ്ട. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. സാറും വക്കീലും കൂടെ ഇറങ്ങി വരുമ്പോ നല്ല അടക്കവും ഒതുക്കവും മര്യാദയും ഒക്കെ അങ്ങ് അഭിനയിച്ചോണം. സാർ ആഫീസിൽ പോയി കഴിയുമ്പോ നിന്റെ ഉടക്ക് സ്വഭാവം പതുക്കെ അങ്ങ് എടുത്തോണം. അതൊക്കെ എനിക്കറിയാം. ഉത്തമൻ ചേട്ടൻ എന്നെ അഭിനയം പഠിപ്പിക്കണ്ട. അതൊക്കെ ഞാൻ കുറെ കണ്ടതാ. വക്കീലേ, വക്കീലേ. പിന്നെ രൂപ 2000 മോഹനേട് സാറ് എണ്ണി തന്നിരിക്കുന്നത്. ഒരു പനി വന്നാ ഗുളിക വാങ്ങിക്കാൻ 2 ഉലുവ പോലും ചെലവാക്കാത്ത സാറ് 2000 രൂപ എണ്ണി തന്നിരിക്കുന്നതേ നിന്നെ ഒരൊറ്റ ആളിനെ വിശ്വസിച്ച. അത് മറക്കണ്ട. പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞത് കൃത്യമായിട്ട് അറിയാലോ. നന്നായി. ഉത്തമൻ ഇത്ര പെട്ടെന്ന് എത്തിയോ? നമസ്കാരം, ഇതാണ് സുലോചന. നമസ്കാരം ചേച്ചി. നമസ്കാരം. ഉത്തമൻ കൊണ്ടുവന്ന ആളായത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ഇവിടുത്തെ കാര്യങ്ങളും രീതികളും ഒക്കെ ഉത്തമൻ പറഞ്ഞു തന്നിട്ടില്ലേ ചേച്ചി? എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? എത്തി. വക്കീലിന് പറ്റിയ വേലക്കാരിയായി. നമസ്കാരമുണ്ട് സാർ. നമസ്കാരം സാറേ, ഇതാണ് ഞാൻ പറഞ്ഞ സുലോചന. ഇത് കെ മോഹനേട് സാർ, വലിയ വില്ലേജ് ഓഫീസറാണ്. നമസ്കാരം സാർ. ഞാൻ സാറിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. സത്യസന്ധൻ, മാന്യൻ, ഒരു കള്ളത്തരവും ചെയ്യാത്തവൻ എന്നൊക്കെയാ നാട്ടുകാർ പറയണേ. അല്ല, എത്ര രൂപയാണ് ശമ്പളം എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കായിരുന്നു. അയ്യോ, അതൊക്കെ സാറിന്റെ ചേച്ചിയുടെ ഇഷ്ടം പോലെ തന്നാ മതി. മനസ്സ് കണ്ട. പിന്നെ ഈ വീട്ടിൽ ജോലി ചെയ്യാൻ പറ്റിയത് തന്നെ എന്റെ ഭാഗ്യം. അതുകൊണ്ട് ശമ്പളത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു തർക്കവും ഇല്ല. ശമ്പളത്തിന്റെ കാര്യത്തിൽ തർക്കമില്ലെങ്കിൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. സുലോചന ജോലിക്ക് ചേർന്നോളൂ. ബാഗ് എടുത്തോണ്ട് പ്രശ്നമില്ല. ഐശ്വര്യമായിട്ട് വലുതാലും വെച്ച് കയറണേ. ചെല് ചെല്. സുഭാഷിണി. എന്ത് സാറേ? സുലോചന. സുലോചന ഞാൻ വിചാരിച്ചതിനേക്കാളും ബുദ്ധിയുള്ള കുട്ടിയാ. അതുകൊണ്ടാണല്ലോ ശമ്പളത്തിന്റെ കാര്യത്തിൽ തർക്കമില്ല എന്ന് പറഞ്ഞത്. ഭാമ കരുതും ചെറിയ ശമ്പളം കൊടുത്താൽ മതി എന്ന് കരുതിയാണ് ഞാൻ അവളെ നിയമിച്ചത് എന്ന്. സാറേ, അത് സുലോചനയുടെ ബുദ്ധിയൊന്നും അല്ല, പിന്നെ എന്റെ ബുദ്ധിയാ. എന്നാ പിന്നെ ഞാൻ വരട്ടെ. ഇനി എല്ലാം സുലോചന നോക്കിക്കോളും. എന്തായി കാഞ്ചന സാറിന്റെ വേലക്കാരുടെ കാര്യം വല്ല തീരുമാനമായോ? ഒന്നും പറയണ്ട പ്രഭേ. ഇപ്പൊ അവൾക്ക് പഴയതിനേക്കാൾ അഹങ്കാരമാ. ഇന്ന് രാവിലെ പ്രഹ്ലാദൻ ചേട്ടന്റെ അമ്മയ്ക്കൊരു കാലുവേദന, കുഴമ്പും തൈലം ഒക്കെ ഉണ്ട്. ഞാനാണേലും അടുക്കളയിൽ തിരക്കായിരുന്നു. അതുകൊണ്ട് അവളോട് പറഞ്ഞു അമ്മയുടെ കാലൊന്ന് തിരുമ്മിക്കൊടുക്കാൻ. അപ്പൊ അവള് പറഞ്ഞ മറുപടി എന്താണെന്ന് പ്രഭയ്ക്ക് അറിയാവോ? എന്താ? നിങ്ങളുടെ അമ്മായി അമ്മയുടെ കാല് തിരുമാൻ വന്നതല്ല ഞാൻ. വേണമെങ്കിൽ നിങ്ങൾ തിരുമ്മി കൊടുക്കണമെന്ന്, ഇല്ലെങ്കിൽ ഒരു ഹോം നഴ്സിനെ നിർത്തണമെന്ന്. വയസ്സായ കാരണവന്മാരുള്ള വീട്ടിലൊക്കെ ഹോം നഴ്സിനെ നിർത്തുന്നതാ പതിവ് എന്ന്. അത് കൊള്ളാം. ഇപ്പൊ വേലക്കാരെ മാത്രം സഹിച്ചാ മതി. ഇനി ഹോം നേഴ്സും കൂടെ വന്നാ നല്ല രസമായിരിക്കും. അവര് രണ്ടുപേരും കൂടെ കാഞ്ചന സാറിന്റെ മൂക്കുകൊണ്ട് ഇച്ഛ വരപ്പിക്കും. വേലക്കാരി വെച്ചത് ഇത്രയും വലിയ അബദ്ധമെന്ന് ഞാൻ കരുതിയില്ല. ഇനി എന്ത് ചെയ്യുമെന്ന്. നമസ്കാരം സർ. നമസ്കാരം. കാഞ്ചന പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ തന്നെ ചെയ്താൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കാഞ്ചന. പക്ഷേ കാഞ്ചനയെ പോലുള്ള സ്ത്രീകൾക്ക് വീട്ടിൽ ഒരു വേലക്കാരി ഉണ്ട് എന്ന് പറയുന്നത് വലിയ അഭിമാനമാണല്ലോ. നാട്ടുകാരുടെ മുന്നിൽ ആളാകാൻ വേലക്കാരിയെ വെക്കും.
ഒടുവിൽ ഇമ്മാതിരി കുഴപ്പങ്ങളിൽ പോയി ചാടും. അനുഭവിച്ചോ? കാഞ്ചനയെ പോലെ മറ്റു പല സ്ത്രീകളും ഇതൊക്കെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കാത്ത അഹങ്കാരികളായ സ്ത്രീകൾക്ക് കിട്ടേണ്ടത് കിട്ടാൻ പഠിച്ചോളും. അതാരാ ഉദ്ദേശിച്ച ശിശുപാലൻ ചേട്ടത്? സാറിന്റെ ഭാര്യയാണോ? ഏയ്, സാറിന്റെ വീട്ടിൽ വേലക്കാരി ഇല്ലല്ലോ. ഹാ, അപ്പൊ പിന്നെ പ്രഭയെ ഉദ്ദേശിച്ചായിരിക്കും. ഇവിടെ വെച്ച് ഇങ്ങനെ പറയണെങ്കിൽ പ്രഭയെ പറ്റിയല്ലാതെ ആരെ പറ്റി പറയാനാ? ഏയ്, ഏതായാലും എന്നെ പറ്റിയല്ല. ഒന്നാമത് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഭർത്താവിനെ അനുസരിക്കാത്ത സ്ത്രീ എന്ന് എന്നെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എന്തായാലും എന്റെ വീട്ടില് വേലക്കാരിയും ഇല്ല. പിന്നെ സാറാ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതെ, കൃത്യമായിട്ട് അറിയണമെങ്കിലേ സാറിനോട് തന്നെ ചോദിക്കും. അതെ അതെ അതെ. ചോദിച്ചു നോക്ക്. ഹലോ, ഭാമേ, മോഹനേട്ടനാ. എന്താ മോനേട്ടാ? വെറുതെ വിളിച്ചതാ. സുഖം തന്നെയല്ലേ? അതൊരു പതിവില്ലാത്ത സുഖം അന്വേഷിക്കലാണല്ലോ. എന്താ സംഭവം? ഒന്നുമില്ല. ആ, പുതിയ വേലക്കാരി എങ്ങനെയുണ്ട്? അതൊന്നും പറയാതിരിക്കാ നല്ലത്. മോനേട്ട വൈകിട്ട് വാ, ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്ത് കാര്യം? ഫോണിൽ പറഞ്ഞത് ശരിയാവില്ല മോനേട്ടാ. അവളിവിടെ ഉണ്ട്. പറഞ്ഞനുസരിക്കില്ല പിന്നെ എന്താ ചെയ്യാ? മോഹനയുടെ വരുമ്പോ ബാക്കി പറയാം. ശരി. മോളെ സത്യഭാമേ, നിന്നെ ഞാൻ ശരിയാക്കി തരാം. മോഹനേട്ടനെ തോൽപ്പിക്കാൻ നോക്കരുത്. ഭാമ പുറത്തു തന്നെയുണ്ടല്ലോ. സംഗതി വഷളാണ് എന്നുറപ്പ്. സുലോചനയെ വിളിച്ചവിട്ടി പുറത്താക്കി കഴിഞ്ഞു. ആഹാ, മോഹനേട്ടൻ എത്തിയോ? എന്തൊക്കെയുണ്ട് ഭാമ വിശേഷങ്ങൾ? നിനക്ക് സുഖനല്ലേ? നീ എന്താ മുറ്റത്തിന് നിൽക്കുന്നത്? ഒറ്റ നിൽക്കാതെ ഞാൻ പിന്നെന്താ ചെയ്യാ? എന്താ ഭാമ പ്രശ്നം? പ്രശ്നം സുലോചനയാണ് മോനേട്ടാ. രക്ഷപ്പെട്ടു. ഓഹോ, അവൾ എന്ത് പ്രശ്നം ഉണ്ടാക്കിയത്? എനിക്ക് മനസ്സിലായി. എന്തെങ്കിലും അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവളെ ഈ നിമിഷം തന്നെ പിരിച്ചുവിട്ടതിന്റെ ബാക്കി കാര്യം. നിന്നോട് അനുസരണ ഇല്ലാതെ പെരുമാറുന്നത് ആരായാലും മോഹനേട്ടൻ സാർ സഹിക്കില്ല. അവിടെ എവിടെ? സുലോചനെ, എവിടെ വരൂ? ഞാനിവിടെ ഉണ്ട് സാർ. ഇതാ ചായ. എന്റെ മോഹനേട്ടാ, രാവിലെ സുലോചന വന്നതിൽ പിന്നെ ഇവിടുത്തെ സകല ജോലിയും ചെയ്യുന്ന ഇവള് തനിച്ചാണ്. എന്നെ ഒരു ജോലിയും ചെയ്യാൻ ഇവള് സമ്മതിക്കുന്നില്ലോ. വെറുതെ ഇരുന്ന് മടുത്തോണ്ടാ ഞാൻ മുറ്റത്തോടെ ഇങ്ങനെ നടന്നോണ്ടിരുന്നേ. ഒരു കാര്യം എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല. വീട്ടു ജോലികൾ ചെയ്യാൻ ഇവളെ പോലെ കഴിവുള്ള വേറെ ഒരു പെണ്ണും ഉണ്ടാവില്ല. എല്ലാ ജോലിയും അറിയാം. സത്യം പറഞ്ഞ എനിക്കൊന്നും പറയേണ്ടി വന്നിട്ടില്ല. എല്ലാം അറിഞ്ഞു ചെയ്യാൻ സുലോചനയ്ക്ക് അറിയാം. ഇങ്ങനെ ഒരാളെയാണ് മോഹനേട്ടാ ഞാൻ നോക്കിയിരുന്നത്. സുലോചന കിട്ടിയത് എന്റെ ഭാഗ്യം. ഒരു മിനിറ്റ്, ഞാൻ ആ ഫോൺ നടക്കട്ടെ. ഇങ്ങനെയാണോ അനുസരണക്കേട് കാണിക്കുന്നത്? എന്റെ പൊന്നു സാറേ, സത്യം പറഞ്ഞ നാടകമൊന്നുമില്ലാതെ വീട്ടിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് മാസം ഒന്നായി. ദയവായിട്ടാ സാറിന്റെ എന്റെ മുന്നിൽ കൊണ്ടുവന്നത്. ഇതുപോലൊരു വീട്ടിൽ ഇങ്ങനൊരു ജോലി കിട്ടിയ അതനുസരണക്കേട് കാട്ടിക്കളയാൻ എനിക്കെന്താ വട്ടുണ്ടോ?
ദേ ചേച്ചി എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ സ്ഥിരം ഇവിടെ കാണും. പിന്നെ സാർ എനിക്കിട്ട് പാര വെച്ച ഞാൻ എല്ലാ സത്യവും ചേച്ചിയോട് പറയും. ഇത് ചതിയാണ്. ജീവിക്കാൻ വേണ്ടിയ സാറേ. സാർ ഇത് മറന്നേക്ക്. ദാ ചായ. ആ കുടിക്ക് സാറേ. മോനേട്ടാ ഫോൺ. ആരാ? ഉത്തമനായിരുന്നു മോനേട്ടാ, പക്ഷെ കട്ട് ചെയ്തു. ഉത്തമൻ പുതിയ വേലക്കാരിയെ പറ്റി ചോദിച്ചു. ഞാൻ പറഞ്ഞു സുലോചന കൊള്ളാം, ഇനി അവളെ എങ്ങോട്ടും വിടുന്ന പ്രശ്നമില്ല. അപ്പൊ ഉത്തമൻ ചോദിച്ചു മോഹനേട്ടൻ എന്തു പറഞ്ഞു എന്ന്. ഞാൻ മോഹനേട്ടൻ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞ് മോഹനേട്ടനെ വിളിച്ചതിന് ശേഷം നോക്കിയപ്പോ ഉത്തമ ഫോൺ കട്ട് ചെയ്തു. വിളിക്കുമായിരിക്കും ഇപ്പൊ. ഇല്ല, വിളിക്കില്ല. അതെന്താ? ഇനി ഉത്തമൻ ഫോൺ വിളിക്കലെന്ന് മാത്രമല്ല, ഈ പഞ്ചായത്തിലേക്ക് വരാനും സാധ്യതയില്ല. അതെന്താണ്? അതെങ്ങനെയാ? തൽക്കാലത്തിന് അത്രയും അറിഞ്ഞാൽ മതി. പക്ഷേ ഉത്തമന് ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു കാര്യത്തിൽ ഉത്തമനെ സമ്മതിച്ചേ പറ്റുള്ളൂ. സുലോചനയെ പോലൊരു വേലക്കാരിയെ കണ്ടുപിടിച്ച് കൊണ്ടു തന്നില്ലേ? മോഹനേട്ടൻ ഇന്നലെ വഴക്കുണ്ടാക്കിയതുകൊണ്ട് വേലക്കാരി വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചായിരുന്നു. അതെയോ? പക്ഷേ എങ്ങനെയൊക്കെ ആയാലും കൃത്യം ഉത്തമൻ സുലോചനയെ കൊണ്ടുവരികയും ചെയ്തു. മോഹനേട്ടൻ അവളെ ഇഷ്ടപ്പെടുകയും ചെയ്തല്ലോ. ഇതിനാണ് മോഹനേട്ടാ ഭാഗ്യം ഭാഗ്യം എന്ന് പറയുന്നത്. അതെ, ഇതൊരു ഭയങ്കര ഭാഗ്യം തന്നെയാ. സുലോചന ഇങ്ങനെ കളം മാറ്റി ചവിട്ടുമെന്ന് മോഹനകൃഷ്ണൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്തായാലും ഈ കളി കയ്യിൽ നിന്ന് പോയി എന്ന കാര്യത്തിൽ തർക്കമില്ല. വേലിയിലിരുന്ന പാമ്പിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന വില്ലേജ് ഓഫീസർ വിവരമറിഞ്ഞതിൽ സഹതാപിച്ച് ഇന്നത്തേക്ക് വിടാം.